ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഞാൻ എന്നെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവളടുത്ത് ചോദിക്കും, അതുപോലെ ഇവളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം ഇത് നോക്കാൻ പോകുന്നത് വെച്ചാൽ എന്നെ എത്രത്തോളം ഇവൾക്കറിയാം, ഇവളെ എത്രത്തോളം എനിക്കറിയാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ ആംബിവേർട്ടാണോ? ഇൻട്രോവേർട്ട്. നീ എഴുതണം, അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു. ഇൻട്രോവേർട്ട്. ഞാൻ അല്ല അല്ല ഇതിവള് പറയാൻ കഴിഞ്ഞാൽ ചില സമയത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറഞ്ഞ ഇൻട്രോവേർട്ടാണെന്ന് പറയും. അതുകൊണ്ട് പക്ഷേ ഞാനത് സാഹചര്യങ്ങളിലോട് ആ സംഭവത്തിലാണ് ഞാൻ ഇൻട്രോവേർട്ട്, ഞാൻ ആംബിവേർട്ടാണ്. പോയിന്റ് ഇല്ലല്ലോ, പോയിന്റ് അവിടെ മാർക്ക് ചെയ്താണേ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ചോറ്. അങ്ങനെയാണോ? കാറ്റഗറി കാറ്റഗറി വെജോ നോൺ വെജ് പറ. വെജ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ആ വെജ് നോൺ വെജ് പറയും അതീന്ന് പറയണമെന്ന് വിചാരിച്ചു. വെജോ നോൺ വെജ് ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇഷ്ടം നോൺ വെജ്. ഞാൻ എപ്പോഴും വെജ് മാത്രം വെച്ച് കഴിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? രണ്ടുപേർക്കും തുടക്കം തന്നെ അടിപൊളിയായിട്ട് തോറ്റുന്നു. അടുത്തത്, എൻ്റെ യൂട്യൂബിലെ കറണ്ട് സബ്സ്ക്രൈബർ കൗണ്ട് മറ്റേ കെ കണക്ക് അതിൽ പറഞ്ഞാൽ മതി. നോക്കണം, ഓർത്തോ. ഞാൻ കുറച്ച് മുമ്പ് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവാം, മാറാതിരിക്കാം. 1.825 അല്ല 1.825 ഒന്നും അങ്ങനെയില്ല, 1.8 സംതിങ്. അതുവരെ ഓക്കെ. ആ സംതിങ് ആണ് നോക്കേണ്ടത്. അത് ഇടയ്ക്ക് വെച്ച് ഇന്നലെ കൂടെ പറഞ്ഞേ ഉള്ളൂ. 6.2 കൂടുതലാണോ കുറവാണോ? നീ 8 വരെ പറഞ്ഞത് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് 8 കൂടുതലാണ്. 8 കുറവാണ്. ഞാൻ ഒരു ക്ലൂ തരാം. 8 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 3. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് 8 ഒരു ഇതുള്ള നമ്പറാണ് ആ നമ്പർ. 1.84. ഇതിപ്പോ ആരും പറഞ്ഞ് ഓൾമോസ്റ്റ്. അപ്പൊ അതൊരു മാർക്ക് അത് കൂട്ടി. ഓക്കെ, അടുത്തത്. എനിക്ക് ആൻഡ്രോയിഡ് ഫോണാണ് ഇഷ്ടം, ഐഫോണാണ് ഇഷ്ടം? ആൻഡ്രോയിഡ്. ഞാൻ ഐഫോണിനെ പറ്റി പറയുമ്പോൾ പുച്ഛമാണ് അവൾക്ക് അല്ലേ? എനിക്ക് ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടം ക്യാമറ ഇഷ്ടം. എനിക്ക് പോയിന്റ് കിട്ടി, അതെനിക്ക് ഉറപ്പാണ്. പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ലാസ്റ്റായിട്ട് യൂട്യൂബിലിട്ട ഷോർട്സ് ഏതാണ്? നമ്മുടെ വീഡിയോ, ലോങ് വീഡിയോൻ്റെ ഷോർട്ട്, അതിൻ്റെ ചെറിയ ക്ലിപ്പിംഗ്. ഞാൻ ഇത് വീഡിയോ എടുത്ത സമയത്താണെങ്കിൽ നീ കറക്റ്റായിട്ട് പറയൂലായിരുന്നു. എന്നാൽ സെക്കൻഡ് ലാസ്റ്റ് ഇട്ട ഷോർട്ട് വീഡിയോ ഏതാണ്? സെക്കൻഡ് ലാസ്റ്റ് ഇട്ടത് ക്രോഷറ്റിൻ്റെ. ഞാൻ മറന്നുപോയി. ഇപ്പൊടി ഓക്കെ, അവൾ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത സമയത്തുള്ളത് വേറെ ആയിരുന്നു. ഇപ്പം ഇട്ടപ്പം അത് കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. നല്ല ഓക്കെ, ഒരു പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ? ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഐസ്ക്രീമിൻ്റെ എന്ത് ചോദിച്ചില്ലേ, ഞാൻ പറഞ്ഞു ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഫ്ലേവർ. ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്. ഞാൻ പറഞ്ഞില്ലേ രണ്ടോ. ഞാൻ സബ്സ്ക്രൈബർ കൗണ്ടിൽ എത്ര ക്ലൂ തന്നു ഞാൻ? എനിക്കത് പോയിന്റ് ഉണ്ട്. അടുത്തത് ഞാനല്ലേ, ഫസ്റ്റായിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ട വീഡിയോയുടെ പേര്? നമ്മുടെ ടിക്ടോക്ക് വീഡിയോസ്, ഓൾഡ് ടിക്ടോക്ക് വീഡിയോസ് അല്ലേ? ഷോർട്സ് ആണോ ലോങ് വീഡിയോ? ഇന്നലെ പോയതാണോ?
ഒരു ക്ലൂ തരാം, എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ആണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ. അത് ഞാൻ ഈ വീഡിയോസ് ഇടുന്നതിന് മുന്നേ ഫോണിൽ ആ വീഡിയോ കണ്ടു. അപ്പോൾ വിചാരിച്ച് അത് ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യം ഇട്ടു. പിന്നെയാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടത്. അതും പറഞ്ഞില്ല. മാർക്കുണ്ടാവും ഇതിന്. ഇത് യൂട്യൂബിൽ മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. അതിനി ഉണ്ട്. ഞാൻ വേറെ വേറെ ഉണ്ട്. ഫസ്റ്റ് ആ ഒരു ഓർഡറിൽ അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിനക്കൊരു പോയിന്റ് ഉണ്ട്. ഉണ്ടോ? കറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷെ 2 ചാൻസ് ഉണ്ട്. ഒരാൾക്ക് 2 ചാൻസ്. അപ്പം രണ്ടാമത്തെ ചാൻസ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓക്കെ. അപ്പം ഞാനും പറയും. ഓക്കെ, അപ്പം എന്താ എൻ്റെ മൂവി ടൈപ്പ് ഏതാ? ഞാൻ കാണുന്ന മൂവി ടൈപ്പ് പറയാം. ഞാനൊരു സെന്റൻസ് ആയിട്ട് പറയട്ടെ. ഒരു പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഹൊറർ മൂവി. കാറ്റഗറി പറ. ഹൊറർ മൂവി, റൊമാൻറ്റിക് മൂവി, കോമഡി മൂവി, കോമഡി, ത്രില്ലർ മൂവി. കോമഡി. അപ്പം എനിക്കൊരു പോയിന്റ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. എനിക്ക് പട്ടിയെയാണോ പൂച്ചയാണോ വളർത്താൻ ഇഷ്ടം? ഏറ്റവും കൂടുതൽ വളർത്താൻ ഇഷ്ടം പട്ടി. 2 ഓപ്ഷൻ ഉണ്ട്, തെറ്റാണ്. പട്ടി പൂച്ചയോ? എനിക്ക് പട്ടിയാണോ പൂച്ചയാണോ വളർത്താൻ ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഏതൊന്നും ഇഷ്ടമല്ല. എനിക്ക് വളർത്താൻ ഇഷ്ടമല്ല. ഇവിടെ പറയും, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറയും. ഇതൊക്കെ എന്ത്? എത്ര പോയിന്റ് പറയണ്ട, ലാസ്റ്റ് നോക്കാം. അടുത്തത് ഓക്കെ. എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം, ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. ഷോർട്ട് ഹെയർ അല്ലേ? കൺഫ്യൂഷൻ. അത് ഇപ്പം ലോങ് അല്ലേ? ഞാൻ വെച്ച് വെട്ടുമോ? സമയം എടുത്തിന് ചിന്തിക്കേണ്ട, മാർക്ക് പോവല്ലേ? ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. ഇത്രയും മുടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതാണ് അവളുടെ ഷോർട്ട്, അതോ ഇനിയും ഷോർട്ടാണ്. ഷോർട്ട് ഇവിടെ ഒരു ലെയർ ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് മാർക്കുണ്ടല്ലോ. ഓക്കെ, ഞാൻ കൊച്ചായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ്, ഇഷ്ടപ്പെടാം, നമുക്ക് ഏത് സബ്ജക്റ്റ് വേണോ ഇഷ്ടപ്പെടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഞാൻ പറയും, എനിക്കിത് ഇഷ്ടമാണ്. 2 ചാൻസ് പോയി. ഞാൻ പറയട്ടെ. മാത്സ് ആണെന്നെല്ലാം പറഞ്ഞാൽ പോലും ചേർത്ത് ഇടിക്കില്ലെന്ന് ചോദിക്കോ? ഏത് വേണോ നമുക്ക് ഇഷ്ടപ്പെടാം. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് മാത്സ് കൊച്ചിലെ തൊട്ട് എനിക്ക് മാത്സ് ഇഷ്ടമാണ്. കാരണം നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു മാത്സ്. കൊച്ചിലെ ഞാൻ പറഞ്ഞു, കൊച്ചിലെ ആയിരിക്കുമ്പം. ഓക്കെ, മാർക്ക് പോയേ. അടുത്ത മൈ ഫേവറേറ്റ് കളർ. ലാവെൻഡർ. പേസ്റ്റൽ ഷെയ്ഡ്സ്. പേസ്റ്റൽ അത് ലാവെൻഡർ വരുമല്ലോ. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അയ്യോ, നിനക്കല്ലേ? എനിക്കൊരു പോയിന്റ്. ഞാനൊരു OCD ടൈപ്പാണോ, ആ ഒരു ടൈപ്പ് പേഴ്സൺ ആണോ, ഭയങ്കര മെസ്സി ആയിട്ടുള്ള ടൈപ്പാണോ? പിന്നെ ഞാൻ ഇത് പറയാം, ഈ 2 ഓപ്ഷൻ അങ്ങനെ നമുക്ക് ഇപ്പം ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെയല്ല. നിനക്ക് ഏത് വേണം, എങ്ങനെ വേണോ പറയാം. ഇപ്പം നേരത്തെ നീ പറഞ്ഞതുപോലെ എങ്ങനെ വേണോ പറയാം. OCD ടൈപ്പും അല്ല, മെസ്സി ടൈപ്പും അല്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും വരണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീട് വൃത്തിയുടെ ടൈപ്പ് അതാ. അങ്ങനെ OCD അല്ല, ഭയങ്കര മെസ്സി ആയിട്ടും അല്ല. പറയാം എന്ന് വെച്ചാൽ ഞാൻ OCD ആണ് ഒരു ശകലം. ഇപ്പം എന്തെങ്കിലും അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ട എൻ്റെ ഒരു ഭാഗമാണ്, ഞാൻ അത് ഒതുക്കും. പ്രോപ്പറായിട്ട് അങ്ങനെ മൊത്തം അല്ലെങ്കിലും ഞാൻ മെസ്സിയുമാണ്, പക്ഷെ ഒരു ചെറിയ ഒരു ശതമാനം അതുണ്ട് എവിടെയൊക്കെയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഹോബി പറഞ്ഞല്ലേ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. എൻ്റെ ഇപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു കൺട്രി, എനിക്ക് പോകാൻ ആഗ്രഹം കൊറിയ. സത്യം പറഞ്ഞ മാറ്റിയതിനെ നോക്കിക്കോ. എനിക്ക് ഇത് ഉൾപ്പെടും, പക്ഷേ എൻ്റെ മനസ്സിൽ വേറെ. കൊറിയയും ജപ്പാനിൽ പോകണം. കറക്റ്റ്. എൻ്റെ ഫേവറേറ്റ് ആക്സസറി ഏതാ? കമ്മൽ, ജിംകി.
അല്ല, ആക്സസറീസ്. മെയിനായിട്ട് കമ്മലാണ്, വലിയ വലിയ കമ്മൽ. പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു മുഖത്തി ഇഷ്ടമാണ്. അത് കമ്മലില്ലേ? എന്റെ കഴുതിക്കാളുള്ള ചങ്ങലയാണ്. കുപ്പിവള ചാൻസ് പോയി. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, കമ്മല് പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. എനിക്ക് ഇപ്പൊ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് ഐസ്ക്രീം ഏത് ടൈപ്പ് കോൺ ഐസ്ക്രീമാണ്? പേപ്പർ കോൺ ഐസ്ക്രീം. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതിലിപ്പോൾ ഏത് ഫ്ലേവർ ആണെങ്കിലും ഞാൻ കഴിക്കും. നമ്മൾ അന്നല്ല നമ്മൾ രാത്രി പുറത്ത് പോയ സമയത്ത് അതാണ് വാങ്ങിച്ചത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് മാർക്കുണ്ടല്ലോ. നിനക്കല്ലേ മാർക്ക്? ഞാൻ ഇടുന്ന ഡ്രസ്സിൽ പുറത്തൊക്കെ പോകാൻ പറഞ്ഞത്തില്ലേ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് കാഷ്വൽ, ട്രഡീഷണൽ, മോഡേൺ. എവിടെ പോകുന്നു? എവിടെ പുറത്ത് സാധാരണ ഏതൊക്കെയാണ്? കാഷ്വൽ, ട്രഡീഷണൽ, മോഡേൺ. കാഷ്വൽ അല്ലേ? പുറത്ത് പോകുമ്പോൾ കാഷ്വലായിട്ടല്ലേ ഇടാൻ പറ്റും. എനിക്ക് മാർക്കുണ്ടേ. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ടൈപ്പ് കാറ്റഗറി എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറയും, എനിക്ക് ഇട്ട് കാണാനും മറ്റുള്ളവർ ഇടുന്നത് കാണാനും ആ ഒരു ടൈപ്പിൽ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം. പക്ഷെ ഞാനത് ഇടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ക്ലൂ തരാം. ഞാനിപ്പം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആ ഉടുപ്പ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടൂല. അതൊക്കെ ക്ലൂ ഇവിടെ തന്നെ ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു. ഷോർട്ട് ഡ്രസ്സ്, ഈ ബാഗിയും ഓവർ സൈസും അതുപോലത്തെ ചുരിദാറും പോയി. ഇത് പോയി. മറ്റേ അന്ന് പറഞ്ഞ ചുരിദാർ അനാർക്കലി പോലത്തെ, അത് ഏകദേശം കുർത്ത പോലത്തെയൊക്കെ, കുർത്ത ടൈപ്പിൻ്റെ ഈ ടോപ്പ് അങ്ങനത്തെ ഒക്കെ അന്ന് നമ്മൾ കോവിലിൽ പോയപ്പോയിട്ടില്ലേ. ഇതാണെങ്കിലും എപ്പോഴല്ലെങ്കിലും ഇങ്ങനത്തെ ടൈപ്പാണ് എനിക്കിഷ്ടം. ബാഗ് എവിടെ ഇട്ട് അതൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ? എപ്പോൾ പറഞ്ഞാ എടി, അതാ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുർത്ത ടൈപ്പ് കുറച്ചതായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം. അത് പോയി. എൻ്റെ ലക്കി നമ്പർ പറ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിജിറ്റ് ആണ്. ഒരു ഡിജിറ്റ് 3 ആണ്. എല്ലാവരും ലക്കി നമ്പറും 3 ആണ്. ഓക്കെ, എനിക്കൊരു പോയിന്റ്. അപ്പം അടുത്ത ഞാനല്ലേ. ഞാൻ കൊച്ചിലെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഹെൻറി. ഒരു കാര്യം പറയട്ടെ, ഞാൻ കൊച്ചായിരുന്നപ്പോൾ. നീ കൊച്ചപ്പോൾ ഹെൻറി ഇല്ലായിരുന്നു? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ. ബേബി ബേബിന്ന് കുറച്ചുകൂടെ വളർന്നു. സ്കൂളിലൊക്കെ പോകുന്ന മീൻസ് LKG UKG ഒക്കെ പോകുന്ന സമയത്ത് അതിനൊരു കഥ തന്നെ ഉണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെയാ, ഇപ്പോഴത്തെ അങ്ങനത്തെ ടൈപ്പല്ല. ഇപ്പോഴുണ്ടോ ടിവിയിലില്ല. ഒരു ക്ലൂ തരാം, നീ പറയണം. CD-യിലുള്ളതാണ്. മഞ്ചാടി. കാത്തു. ഓർമ്മയില്ല. പണ്ട് പറയുവേ, നമ്മ ജോലി ചെയ്യുന്ന സമയത്ത് ചെമ്മയുടെ കയ്യിൽ കാണിക്കും. ഓക്കെ, അപ്പം പോയിന്റ് എഴുതിക്കോ. ഞാൻ പറയട്ടാ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് സെൽഫീസ് ആണോ ഇഷ്ടം, അതോ നീ ഇപ്പൊ ഞാൻ നിൽക്കുകയാണെങ്കിൽ നീ എടുത്തിട്ടില്ലേ പിക്ചർ, അതാണ് ഇഷ്ടം? എപ്പോ ഇറങ്ങിയാലും ഒരു സെൽഫി എടുക്കും, പക്ഷേ ഒരുങ്ങി കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു തരാനും പറയും. രണ്ടും പറയില്ലേ? ക്ലൂ തരും. ഇല്ല. സെൽഫി. അപ്പോൾ എനിക്കൊരു പോയിന്റ്. ഓക്കെ. അടുത്തത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലേസ് ഫ്ലേവർ. പച്ച ലേസ്.
ഓക്കെ, പച്ച ലേസ്. അതെ എഴുതിക്കോ, പോയിന്റ് എഴുതിക്കോ. അതെല്ലാവർക്കും, എനിക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് പച്ച ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, എൻ്റെ ഫസ്റ്റ് റവന്യൂ. എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞാൽ മതിയാ? ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ പോരെ? സ്ക്രൈബിന് എഴുതിയത് അല്ലേ? സ്ക്രൈബിന് എഴുതിയ പക്ഷേ എമൗണ്ട് ഞാൻ എടുത്ത് 500. എത്രാം ക്ലാസ്സിലായിരുന്നു? +2. ഓക്കെ, പോയിന്റ് എഴുതാണ്. +1. അപ്പം എനിക്കൊരു പോയിന്റ്. ഓക്കെ, അടുത്ത ഞാനാ ചോദിക്കണം. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ, പ്രോപ്പറായിട്ടൊരു ഫ്ലേവർ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ആ ഫ്ലേവർ ആയിരിക്കും പറയാറ്. മറ്റേ കോണ്ടതല്ല, ഇപ്പം അല്ലാതെ നമ്മൾ വാങ്ങുവാണെങ്കിൽ ക്ലൂ. എങ്ങനത്തെ ക്ലൂ ഇപ്പം തരാം ഞാൻ? അന്ന് നമ്മൾ രാത്രി കഴിച്ചില്ലേ, അത് ചോക്ലേറ്റ്. അത് ആദ്യം എനിക്കതല്ലായിരുന്നു, പിന്നെ മാറി. പിന്നെ കുറച്ച് ഒരു പീരീഡ് ഫുൾ ചോക്ലേറ്റ് ആണ് എനിക്കിഷ്ടം. അപ്പം നെക്സ്റ്റ് ദി ബുക്ക് വിച്ച് ഐ വാണ്ടഡ് ടു റീഡ്. ഞാൻ എപ്പോഴും ബുക്കുണ്ട്, എനിക്ക് ഈ ബുക്ക് വായിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞു? കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വന്നു. ഇംഗ്ലീഷാണോ? എനിക്കറിയോ? അതിൻ്റെ 2 പാർട്ടുണ്ട്. ആ 2 സംഭവം. ഓക്കെ, അപ്പോൾ എനിക്കൊരു പോയിന്റ്. അടുത്തത് നീ. ഇത് പിന്നെ എങ്ങനെ ചോദിക്കുന്നു? ഓക്കെ, ഞാൻ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കംഫർട്ട് ടൈപ്പ് ഓഫ് ഫുഡ് എനിക്കിത് മതി, അങ്ങനെ ഞാൻ പറയുന്നത്. തൈരും ചോറ്. എനിക്കത് മതി, അതുകൊണ്ട് ഞാൻ അതാണ് കറക്റ്റ് ആൻസർ. അല്ല അത് മാത്രമല്ല. ഇതല്ല ക്വസ്റ്റ്യൻ. ഞാൻ ആരോ ഏട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറച്ച് കാറ്റഗറിയിലുള്ള കുറച്ച് സംഭവങ്ങളുള്ള കംഫോർട്ട് ഫുഡ് ഇടയ്ക്ക് വെച്ച് വരെ പറഞ്ഞായിരുന്നു ഇന്നലെ. എരിവുള്ളത് ഇഷ്ടമല്ല, മധുരം അങ്ങനെയല്ല. ചോറാണെങ്കിൽ ചോറ്, അതിലെ കുറച്ച് കറികളുണ്ട്. ആ കറികൾ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നും ആദ്യത്തെയും പറയണം, വേറെ ഒരെണ്ണമുണ്ട്. 2 എണ്ണം ഉണ്ട്. തൈരും ചമ്മന്തി അച്ചാർ പപ്പടം. കറക്റ്റ് അല്ല. തൈരും ചമ്മന്തി. ഞാനൊരു എക്സാമ്പിൾ, ഒരു ക്ലൂ തരാം. എനിക്ക് ഇഷ്ടമുള്ള സാധനം കൂടെ ഫിഷ്. എനിക്ക് ചോറ്, തൈര്, മീൻ പൊരിച്ചത്, ചമ്മന്തി, അച്ചാർ, ആ ഒരു സംഭവം. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, പപ്പടം. ബാക്കി ഒരു കറി. ഇട്ടേക്കുന്നതിൽ തന്നെ ഒരു കളറുണ്ട്. പച്ച തന്നെ, മഞ്ഞ. പച്ചക്കറി. എടീ, പപ്പടത്തിൽ നമ്മൾ വേറൊരു സംഭവം ഇങ്ങനെ വെക്കുമല്ലോ, എന്നിട്ട് പപ്പടം ഇങ്ങനെ ആക്കും. പരിപ്പാ. എനിക്ക് ചോറും പരിപ്പും പപ്പടവും നെയ്യും ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. പിന്നെ തൈര്, ചമ്മന്തി, പൊരിച്ച മീൻ, അച്ചാർ. ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം നിനക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, ഇവിടെ എല്ലാം പറഞ്ഞു. ഈ പൊടി ഞാൻ തൈരും ചോറും പറഞ്ഞു. ഓക്കെ. ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് പോകണം എന്ന് പറയും. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ. കൺട്രി ആണോ? അതൊരു ഇന്ന കൺട്രി വെച്ചതല്ല. 2 ഓപ്ഷൻ ഇല്ലേ? ഇല്ല, ഒരു ഓപ്ഷൻ ഉള്ളൂ. നേരത്തെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, 2 എണ്ണം ഡൗട്ട് ഉണ്ട്. ജർമ്മനി അല്ല, കാനഡ അല്ലേ? എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടല്ലോ. കാനഡ എനിക്കറിയാം. കാനഡ, ജർമ്മനി ഏകദേശം അടുത്തെടുത്തു. ഓക്കെ, അപ്പം എനിക്കൊരു പോയിന്റ്. അടുത്തത് ഇത് ഭയങ്കര ഈസിയാണ്. നീ പറയും. എനിക്കറിയാം, നീ പറയൂ. നീ എത്രാം ക്ലാസ്സിലാണ് ഗ്ലാസ് വെച്ചത്? 5ാം ക്ലാസ്സിൽ. ഏട്ടാ, ഞാൻ എപ്പോഴും കൊച്ചിലെ തൊട്ട് എനിക്കൊരു കോഴ്സ് പഠിക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. എന്ത് ടൈപ്പ് കോഴ്സ് എന്ന് പറയുമ്പം ഈ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചത് എക്സ്ട്രാ കരിക്കുലർ അങ്ങനെ എന്തോ. അതൊന്നും വേണ്ട. എനിക്കൊരു ഹിഡൻ ടാലന്റ് ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടെ.
ഹിഡൻ എങ്ങനെ ഞാൻ അറിയാം? കണ്ടുപിടിക്കണം. പക്ഷെ എനിക്ക് പറയാറുണ്ട്, ഞാൻ മറന്നു പോകും. എന്തോ എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. മനസ്സിലായില്ല? അത് കട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി തരും. A few moments later. എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്കത് പറയാറുണ്ട്. ആ സിറ്റുവേഷൻ വേണമെങ്കിൽ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയാം. എനിക്കൊരു ക്ലൂ തന്നെ. ഞാൻ എത്ര ക്ലൂ തന്നു നിനക്ക്? ക്ലൂ വന്നിട്ട് അല്ല ചേച്ചി വിളിച്ചപ്പം അതാണ് എനിക്കറിയാം. അത് നീ പറഞ്ഞായിരുന്നു, അത് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ സീബിക്സ് എന്തോ അതാ. ഓ എനിക്ക് ആ പേര് മറന്നുപോയി. കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അല്ല. എനിക്ക് ഇല്ല പെട്ടെന്ന് ക്ലൂതാ, കുറച്ചുകൂടെ ക്ലൂ കാണാൻ എനിക്ക്. ഇന്നലെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പം വല്യച്ഛൻ പറഞ്ഞു മൈച്ചറല്ല അതെന്തോന്നുണ്ട് ഏവിയേഷൻ. നീ കാര്യം പറയട്ടെ, നീ വേറെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ നിനക്ക് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള, അങ്ങനെ ഞാൻ അതാണ് പറഞ്ഞത്. ഓ സി, നീ ക്യാബിൻ ക്രൂ ആയിരിക്കും സി എന്ന് പറഞ്ഞല്ലേ? എനിക്കറിയാം ഏവിയേഷൻ. എൻ്റെ ഒരു അത് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ടൈപ്പ് ഓഫ് സംഭവം ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഞാൻ റീസെൻ്റ് ആയിട്ട് എനിക്കത് വേണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ടൈപ്പ് സംഭവം ഇതിനെ കൂടി പറഞ്ഞത്. എടി എന്തോന്നാണെന്ന് പറയുന്നത്? ക്രാഫ്റ്റ് ചെയ്യണ സാധനമാണോ? ക്രോഷറ്റിന്റെ ഇത് ത്രെഡ്. കറക്റ്റ്, പോയിന്റ്സ് ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഇവൾക്ക് 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് ഏതാ? ലിപ്സ്റ്റിക്. ഏതെങ്കിലും ലിപ്സ്റ്റിക്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ. നമ്മൾ ഇപ്പം വെക്കേഷനൊക്കെ ടൂർ പോകത്തില്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഈ സ്ഥലം, ഒരു പർട്ടിക്കുലർ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വെക്കേഷൻ സമയത്ത് പോകുന്നില്ല. എനിക്ക് ചേച്ചിയും പറയും കോവിലിൽ പോകുന്ന, വൈകിട്ടോ രാത്രിയോ കോവിലിൽ പോകുന്നതാണ് ഇഷ്ടം. ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്കൊരു പോയിന്റ്. നമുക്കിനി കൗണ്ട് ചെയ്ത് നോക്കാം ആരാണ് ജയിച്ചത്. നീ എല്ലാം പറഞ്ഞടി. അതൊക്കെ തരൂ. അപ്പം എത്രയാണ് നമ്മൾ ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചത്. അതിൽ 14 എത്ര മാർക്കുണ്ട് പറയൂ? 13. ഉറക്കെ പറ. 13. എനിക്ക് എത്രയാണ് ചോദിക്കുക? എത്രയാ? 16. എല്ലാത്തിനും ആൻസർ ചെയ്തു. എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ പക്ഷെ ഇതിലൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പം എനിക്ക് 16. എത്ര ചോദ്യത്തില്? 16 ചോദ്യത്തിൽ ഞാൻ 16 കറക്റ്റ് ആയി. കൊടുത്തോണ്ടാ ഞാൻ ക്ലൂ തന്നില്ല നിനക്ക്? ഓക്കെ, കുഴപ്പമില്ല. നീ എന്നെ ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ ഒരു ഫണ്ണി വീഡിയോയാണ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഫസ്റ്റ് ആര് ചോദിക്കും? നീ ചോദിക്കും. നീ ചോദിക്കും. വേണ്ട. ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് കണ്ണുണ്ട്. ഈ പേര് പെണ്ണിന്റെ കാര്യം. എന്ത് പാരഗ്രാഫ്?
ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു.